വീക്കെൻഡുള്ള ഉച്ചമയക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് മറിയാൻ പറഞ്ഞു, ഫെബിച്ച ഞാനൊരു സ്വപ്നം കണ്ടു പോകാം, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. സാധാരണ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കുരിശ് വരച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങാം. അതേപോലെ ചെയ്തു ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. നേരെ കുത്തിക്കെട്ടി നമ്മൾ പുറത്തേക്ക് നടന്നു വന്ന് ഈ ചിരിച്ചുകൊണ്ട് പോസ് ചെയ്യണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അബുദാബി ട്രാൻസ്പോർട്ട് സെക്ഷനിൽ നിന്ന് വല്ല അവാർഡും കിട്ടിയതാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയ്ക്കിൻ്റെ നിന്ന് പുട്ടും മുളയും കിട്ടിയതാണോ എന്നൊക്കെ. അതൊന്നുമല്ല. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി അബുദാബിയുടെ നഗരവീഥികളിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കിട്ടുന്ന നെക്സ്റ്റ് എക്സിറ്റ് എടുത്ത് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. മറിയാമ്മ നേരെ ചോപ്പറൊക്കെ ഓണാക്കുന്നവരെ കുറേ സ്വിച്ചുകളൊക്കെ ഇതിൽ ഓണാക്കുന്നുണ്ട്. ഇതിന് മാത്രം സ്വിച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ ഓണാക്കണ്ടെന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. വീഡിയോ എടുത്ത് തിരിഞ്ഞ മനുഷ്യൻ്റെ നല്ല ജീവൻ കളയാനായിട്ട് രണ്ട് കണ്ണുകൾ സീറ്റിൻ്റെ ഇടയിൽ കൂടെ, മണിച്ചിത്രത്താഴിൽ ജനലിൻ്റെ ഇടയിൽ കൂടെ ശോഭന നോക്കണതൊക്കെ ഓർമ്മ വന്ന്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയപ്പോൾ അബിക്കുട്ടി അവിടെ നിന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ഹൈ, നിങ്ങളൊക്കെ ഇത് എങ്ങോട്ടാണ് പോകണം? ഞാൻ പോണില്ല, ഞാൻ ഷൂ ഒക്കെ ഇട്ടിറങ്ങിയത് വെറുതെ ആണോ എന്നുള്ളൊരു ഭാവത്തോടെ ആളെല്ലാവരെയും നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചു നോക്കി ആളെ കൊണ്ടുപോകുമെന്നറിയാൻ. ഇല്ല, ഇന്നത്തെ പോക്കിൽ നമുക്ക് ആളെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് ആളെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. പക്ഷേ ഇതേവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. മറിയാമ്മനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് സർപ്രൈസാണ്, അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. നേരെ എത്തിപ്പെട്ടത് മസ്ജിദ് മാളിലേക്കാണ്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മൾബറിയിലേക്കുള്ള പോക്കാണത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയ വഴി ചെക്കൻ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. അവൻ അവിടെ കാണുന്നതൊക്കെ വേണം. ഇവനോട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ്, നിന്നെ എടുക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യത്തിനും വേണ്ടി കരയരുത് എന്നൊക്കെ. പക്ഷേ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ തനി സ്വഭാവം കാണിക്കും. അന്നെന്തോ ഞാൻ അത്യാവശ്യം നല്ല മൂഡിലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചെക്കൻ അവിടെ എടുത്തിട്ട് അലക്കിയാണ് ഞാൻ. എന്തായാലും ഞാൻ നേരെ കാറിലേക്ക് പോയി ഒരു ദിറംസ് എടുത്തുകൊണ്ട് വന്നു. ആ ഒരു ദിറംസ് ഇട്ട് കൊടുത്തിട്ട് വേണം അതിൽ നിന്ന് അവന് ക്യാൻഡി എടുത്ത് കഴിക്കാനായിട്ട്. എൻ്റെ അടുത്ത പേടി എന്താണെന്ന് വെച്ചാൽ ഇവന് ഇഷ്ടം നീല കളറാണ്. ഇനിയിപ്പോൾ നീല കളറിലുള്ളത് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ അംഗം നടക്കും. അപ്പോൾ അവിടെ ഒരു അടി പൊട്ടും എന്നുള്ളത് ഒരു 100% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും കിട്ടിയത് ഗ്രീൻ കളറാണ്. ഞാനത് കണ്ടുപോലുമില്ല എന്ത് കളറാണെന്ന്. അപ്പോഴേക്കും അത് തിന്ന് തീർത്ത്. ഇതാണ് മൾബറി ഷോപ്പ്. മസ്ജിദ് മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഷോപ്പ് ഉള്ളത്. മറിയാമ്മ അങ്ങോട്ട് നടന്നുകൊണ്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. ഒരുപാട് വൈഡ് വെറൈറ്റി ആയിട്ടുള്ള കുർത്തികൾ, ചുരിദാർ, അനാർക്കലി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഒരു ദുബായിലായിരുന്നു, അപ്പോഴും നമ്മൾ അവിടെ തന്നെ പോയി വാങ്ങിച്ചിരുന്നത്. പിന്നെ നമ്മുടെ അബുദാബിയിൽ മസ്ജിദ് മാളിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ടാണ് വരുന്നത്. മറിയാമ്മയുടെ ഒരു ഫേവറേറ്റ് പ്ലേസും കൂടിയാണ് മൾബറീസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാച്ചൂട്ടൻ അവിടെ നിന്ന് ഡ്രസ്സിൽ നിന്ന് വീണൊരു സ്റ്റോൺ വർക്ക് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് അവിടെ എനിക്ക് ഡയമണ്ട് കിട്ടിയപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് വൻ പ്ലാനിങ് ആണ്. കാരണം അറിയാமல் ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ലംബോർഗിനി എടുക്കാം എന്ന് അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ ബേബി ഷോപ്പ് ഉണ്ട്. ജസ്റ്റ് അബിക്കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊന്ന് ബേബി ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് എല്ലാത്തിനും 10 റംസ്, 20 റംസ്, 15 റംസ്, ആ റേഞ്ചിലേക്കുള്ള സംഭവങ്ങൾ ഒരുപാട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് നമ്മൾ ചോദിച്ചത് എന്താണ് ഇത്ര വിലക്കുറവെന്ന് വെച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. അതായത് ക്ലിയറൻസ് സെയിൽ ഫുള്ള് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇതിന് റേറ്റ് ഭയങ്കര കുറവായിരിക്കുള്ളൂ ഇവിടെ. അപ്പോൾ അബുദാബിയിലുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ മസ്ജിദ് മാളിൽ പോയി അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് ബേബി ഷോപ്പിൽ ഐറ്റംസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. നാച്ചൂട്ടനും അബിക്കുട്ടിക്കും കുറച്ച് ഡ്രസ്സ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നടക്കുന്ന വഴിയിൽ നാച്ചൂട്ടന് താഴെ കിടന്നു ഒരു ദിറംസ് കിട്ടി. പിന്നെ ആ ഒരു ദിറത്തിന് വേണ്ടിയിട്ട് മറിയാമ്മ നാച്ചൂട്ടനും കൂടി വൻ അംഗമായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു മസാജ് ചെയർ കണ്ടു കഴിഞ്ഞപ്പോൾ മറിയാമ്മ അതിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, നീ ആ ഒരു ദിറംസ് ഇട്ടിട്ട് ഇതിൽ മസാജ് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് നീ എൻ്റെ കാല് മസാജ് ചെയ്തെന്നാൽ 2 ദിറംസ് തരാമെന്ന് പറഞ്ഞു. പാവൻ ചെക്കൻ അവനാ പറഞ്ഞത് മനസ്സിലാക്കാതെ ആ ഒരു ദിറംസ് എടുത്തിട്ട് മറിയാമ്മയ്ക്ക് കൊടുത്തു. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മധ്യസ്ഥം നിൽക്കേണ്ടത് ഞാനായിരിക്കുള്ളൂ. ഇപ്പം തന്നെ മിക്ക ദിവസവും 2 ദിറത്തിന് കാല് തിരുമിച്ച് കടം പറഞ്ഞ് 70 ദിറത്തോളം മറിയാമ്മ നാച്ചൂട്ടിന് കൊടുക്കാനുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ നിൽക്കുകയാണ്. കുറച്ച് നേരം നടന്നതുകൊണ്ടായിരിക്കും മറിയാമ്മയ്ക്ക് വിശക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് ഫുഡ് കോർട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു നമുക്ക് ഇവിടുന്ന് ഇന്ത്യൻ പാലസ് റെസ്റ്റോറൻറ്റിന് എന്തെങ്കിലും കഴിച്ചാലെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഒലക്കേന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ്. സ്വന്തം ഭർത്താവിന് ഇങ്ങനെ കളിയാക്കാൻ നിനക്ക് നാണമില്ലേ സ്ത്രീയെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് ഒലക്കാന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ്, നമുക്ക് മുസ്തഫ ഷാബിയിലേക്ക് നേരെ വിട്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പക്ഷേ അപ്പോഴേക്കും ചെക്കൻ കിടന്നിട്ട് അലമ്പുണ്ടാക്കാൻ തുടങ്ങി. അവന് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ഐസ്ക്രീം വേണം. അവിടെ ഒരു ഐസ്ക്രീം ഉണ്ട് 2 ദിറത്തിൻ്റെ, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളാണ്. നമ്മളും ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. അവനത് വാങ്ങിച്ചു കൊടുത്തു. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഡാഡയ്ക്ക് ഒരു ഇത്തിരി താടാ മുത്തേ എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ഇല്ല. അഴുക്ക ചെറുക്കൻ, അമ്മയേക്കാൾ മോശം. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ഒലക്കയിലോട്ട്. അങ്ങനെ ഷാബിയയിൽ നമ്മൾ ചെന്ന് എന്തോ ദൈവാനുഗ്രഹത്തിന് പാർക്കിംഗ് കിട്ടി. പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ കേട്ടോ അത്. ഇതാണ് ഒലക്ക റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സംഭവം. മെനു ആണെങ്കിലും അധികം തടിമ തട്ടാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഇറ്റാലിയൻ ക്രീമി ഫയർ ചിക്കനും ഇൻഫ്യൂസ്ഡ് ഹെർബ് ബേൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ്. മറിയാമ്മയാണ് ഇതിൻ്റെ ആൾ, നമുക്കിതിനൊന്നും അറിയില്ല. അങ്ങനെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇമാതിരി തീയൊക്കെ ഇട്ട് ഒരു ജാതി അംഗമാണ് സംഭവം. നാച്ചൂട്ടനൊക്കെ അവിടെ നിന്ന് എണീറ്റ് ഓടി അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്, വായം പൊളിച്ചാണ് നോക്കിയേക്കുന്നത്.
പിള്ളേർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. പിള്ളേർക്ക് മാത്രമല്ല കണ്ടുനിക്കണ നമുക്കും തോന്നും ഇത് എന്താ ഇപ്പൊ ഇത് എന്നുള്ളത്. മറ്റേ വെട്ടത്തിലൊക്കെ പറയണവര് ഒന്നും ഇങ്ങോട്ട് നീങ്ങിക്കിടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ഒറ്റ ആളലാണെന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഹോമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലേക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും കിട്ടാത്ത ഒരു നല്ല സ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ കുറച്ച് പീസുകൾ നമുക്ക് തരും. അതിങ്ങനെ ആ ഇറ്റാലിയൻ ചിക്കൻ്റെ ആ ക്രീമിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ കുറച്ച് സ്പൈസിയുടെ ഒക്കെ ആളായതിൻ്റെ പേരിൽ നമ്മൾ ആ ഗ്രീനുമ്മ കയറി പിടിച്ചു. അങ്ങനെ അത് കുബൂസും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവം തന്നെ. അങ്ങനെ രണ്ടും ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് വ്യത്യസ്തമായ ടേസ്റ്റുകൾ തരുന്നു. അപ്പോഴേക്കും നാച്ചൂട്ടൻ്റെ ഫലൂഡ എത്തി. നാച്ചൂട്ടൻ ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, ഇത് എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയയും കിട്ടണില്ല. കുറച്ച് ഞാനും മറിയാൻ കൂടി കഴിച്ച് സഹായിച്ചു കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ അവൻ സെറ്റാക്കി. ചായയും നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ അവിടെ എഴുതി വെച്ചേക്കുന്നത് ശ്രദ്ധിച്ചത്, ഗുഡ് മൂഡ്, ഫുഡ് മൂഡ്, ഒലക്കയുടെ മൂഡ്. നാച്ചൂട്ടൻ അത് കേട്ടിട്ട് കുറേ നേരം ഇരുന്ന് ചിരിച്ചു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ മമ്മിക്ക് കുറച്ച് പാഴ്സൽ വാങ്ങിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരൂ എന്ന് പണ്ടേതോ മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മറിയാമ്മ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് നേരെ ഷോപ്പിങ്ങിന് പോയത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഡേ ആയിരുന്നു. നല്ല ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാച്ചുവായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്, നന്ദിയുണ്ട്.